നിന്റെ തെറ്റുകൾ ക്ഷമിച്ച് അവര് നിനക്ക് മാപ്പ് തന്നിട്ടുണ്ടാവും. അങ്ങനെ ഓർത്ത് ആശ്വസിക്കും. എന്താ പെട്ടെന്നൊരു ഭാവമാറ്റം? എന്തുദ്ദേശത്തോടെയോ നിങ്ങൾ കുട്ടിയെ വന്ദനയോടെ പയച്ചത്? അതാണോ കാര്യം? രാഗി, തികച്ചും മനഃശാസ്ത്രപരമായൊരു നിലപാടാണ് ഞാൻ സ്വീകരിച്ചത്. പിടിവാശിക്കാരിയായ കുട്ടിക്ക് അച്ഛനെ അമ്മയെ കാണാതായപ്പോ പിടിവാശി കൂടി. പിന്നെ വന്ദനയോടൊപ്പമായി പോകുമെന്ന് വാശി പിടിച്ചപ്പോ കുട്ടിയാകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായി. അതുകൊണ്ട് ആ അവസ്ഥ പെട്ടെന്നൊന്നും വിട്ടുമാറുന്നതല്ല. അതിനെ ക്ഷമയോടെ നേരിടാൻ നിനക്ക് കഴിയുകയില്ല. ആ റിസ്കൊക്കെ വന്ദനയുടെ തലയിലായിക്കോട്ടെ എന്ന് കരുതിയാ കുട്ടി അവളോടൊപ്പം വിട്ടത്. അപ്പോ സാഗരന്റെ റിസ്ക് ഒഴിവാക്കുകയായിരുന്നല്ലേ? അതെ, ഭാര്യയുടെ റിസ്ക് പരമാവധി ഒഴിവാക്കുകയാണല്ലോ സ്നേഹമുള്ള ഭർത്താവിന്റെ ധർമ്മം. എന്റെ ആംഗ്ലയുടെ മോളെ ദിയ, അവള് വന്ദനയോടൊപ്പം അല്ല നമ്മളോടൊപ്പം കഴിയേണ്ടത്. അത് മറക്കരുത്. മറക്കില്ല. ദിയ മോള് നമ്മളോടൊപ്പം തന്നെ ജീവിക്കും. നീലിൽ വന്ദനയുടെ ശല്യം ഇല്ലാതാക്കാൻ അവളെയും കുടുംബത്തെയും ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുകയും ചെയ്യും. ഉറപ്പ്. എന്താ വീണ്ടും ഒരു ആലോചന? ഏട്ടൻ അമ്മയും ദിയമോളും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടു. ആ അപകടം ആരോ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണോ എന്നൊരു സംശയം. അല്ല, ഇപ്പോഴെന്താ ഇങ്ങനൊരു സംശയം തോന്നാൻ? എന്റെ സംശയത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. സ്വാഭാവികമായി ഉണ്ടായ ഒരു അപകടം എന്ന് മാത്രം വിശ്വസിക്കുക. നോക്ക്, ഇനിയുള്ള കാലം ഇത്തരം അനാവശ്യമായ സംശയങ്ങൾക്ക് പുറകെ പോകാൻ നമുക്ക് നേരമില്ല. കോടികൾക്ക് പുറകെ പോകാനുള്ള വഴി ആലോചിക്കുക. കല്യാണ സദ്യക്ക് വലിയ കാശ് മുടക്കി സദ്യവട്ടങ്ങളൊക്കെ തയ്യാറാക്കിയെങ്കിലും നമുക്കാർക്കും കഴിക്കാനുള്ള യോഗം ഉണ്ടായില്ല. ലക്ഷങ്ങളെ വെറുതെ പാഴാക്കി കളഞ്ഞത്. ആ ലക്ഷങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു. ഏട്ടന്മാരുടെ കയ്യിൽ നിന്ന് ഒരു നയാ പൈസ പോലും ചെലവായില്ലല്ലോ. പിന്നെന്തിനാ നഷ്ടങ്ങളുടെ കണക്ക് പറയുന്നത്? എന്നാലും ഈ നഷ്ടങ്ങളൊക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മറ്റു കുടുംബാംഗങ്ങളെയും ബാധിക്കുമല്ലോ. ഈ കുട്ടി എന്താ ഇവിടെ? ഇത് ചത്തുപോയ ഇല്ലാന്നാ ഞാൻ പറഞ്ഞത്. എന്താണ് നീ പറഞ്ഞത്? എന്താ എന്താ ഇത്? വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ആഹാ, കൊള്ളാലോ. വീട്ടില് പുതിയൊരംഗം കൂടെ വന്നു അല്ലേ? ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും പുതിയ അംഗത്തിന്റെ വരവറിഞ്ഞില്ലല്ലോ. എങ്ങനെ അറിയാനാ? ഇവിടെ എല്ലാവരുടെയും തോന്നിവാസമല്ലേ നടക്കുന്നത്.
എന്തായാലും നമ്മളെല്ലാം അംഗീകരിക്കാൻ വിധിക്കപ്പെട്ടവരും. എന്തായാലും വിവാഹം കഴിയാത്ത വന്ദനേച്ചി ഇങ്ങനൊരു പെൺകുട്ടിയെ ഒപ്പം കൂട്ടിയത് ഒട്ടും ശരിയായ കാര്യമല്ല. വന്ദനേച്ചിക്ക് അതിന്റെ ഭവിഷ്യത്ത് അറിയാഞ്ഞിട്ടാ കരുതേ. ഭാവിയിൽ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോ താനേ പഠിച്ചോളൂ. അതേ എനിക്ക് പറയാനുള്ളൂ. എനിക്കിവിടെ ഒരു അടുക്കളക്കാരിയുടെ സ്ഥാനമാണെന്ന് അറിയാം. എന്നാലും കുടുംബത്തിലെ മൂത്ത മരുമകൾ എന്ന സ്ഥിതിക്ക് എനിക്കും ഒരു അഭിപ്രായം പറയാലോ. പറഞ്ഞു കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ദിയമോള് വന്ദനയെ സ്വന്തം അമ്മയായിട്ടാ കാണുന്നത്. ഒരമ്മയുടെ വാത്സല്യം, സന്തോഷവും സ്നേഹവും കുട്ടിക്ക് വന്ദനയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആ സ്ഥിതിക്ക് കുറച്ചു കാലം കുട്ടി വന്ദനയുടെ കൂടെ ജീവിക്കട്ടെ. അതിന് എല്ലാവരും നിറഞ്ഞ മനസ്സോടെ അനുവാദം കൊടുക്കുന്നത് മഹാപുണ്യമായിരിക്കും. ആണോ? ഒരു പുതിയ ജഡ്ജി വന്നിരിക്കുന്നു. ഹാ! ആ. ഊമയും ബദിരനുമായി ഒരുത്തനെ ഏറ്റെടുത്തതിന്റെ ശ്വാസം മുട്ടലും ബാധ്യതയും ഇതുവരെ തീർന്നിട്ടില്ല. അത് പോരാഞ്ഞിട്ടാ ഒരു പെങ്കൊച്ചിന്റെ ഭാരം കൂടി അടിച്ചേൽപ്പിക്കുന്നത്. നടക്കില്ല. നാളെ നേരം പുലരുമ്പോ ഈ കുട്ടി ഇവിടുന്ന് കെട്ടുകെട്ടിച്ചിരിക്കണം. ഏട്ടനൊന്ന് നിന്നെ. എന്റെ ഇഷ്ടം മാത്രം നോക്കിയല്ല കുഞ്ഞിനെ ഞാൻ ഏറ്റെടുത്തത്. എന്റെ അച്ഛനമ്മമാരുടെ അനുവാദത്തോടു കൂടിയാ. അവർ പറഞ്ഞിട്ടാ. ദേമോളുടെ ചെലവുകളും ബാധ്യതകളൊക്കെ ഞാൻ വഹിച്ചോളാം. അക്കാര്യത്തിൽ ചില്ലി കാശ് പോലും ആരും ചെലവാക്കണ്ട. പിന്നെ വിനുവേട്ടന്റെ കാര്യം. വേണ്ടി വന്ന വിനുവേട്ടന്റെ എല്ലാ ബാധ്യതകളും ഞാൻ തന്നെ ഏറ്റെടുത്തോളാം. എന്റെ അമ്മയുടെ വയറ്റിൽ പറഞ്ഞില്ലേലും എനിക്ക് കൂടെപ്പിറപ്പ് തന്നെയാ വിനുവേട്ടൻ. നാളിതുവരെ ഇവിടെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നത് ഞാനാ. ഇന്നുവരെ ഈ കുടുംബത്തിലെ എല്ലാ ചെലവും നടന്നു പോകുന്നത് എന്റെ പണം കൊണ്ടാണ്. ദിയമോളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ആരും കുട്ടിയുടെ കാര്യത്തിൽ ഇടപെടണ്ട, രോഷം കൊള്ളുകയും വേണ്ട. മനസ്സിലായോ? മോള് പേടിച്ചു പോയോ? ആരും എന്നെ പേര് പറഞ്ഞ് വരക്ക് കൂടണ്ട. ഏയ്, അങ്ങനെയൊന്നും ഇല്ല മോളെ. ഈ മാമന്മാരൊക്കെ വെറുതെ കളിതമാശ പറയുന്നതാ. ദേ നോക്ക്, മോൾക്കിവിടെ വന്ദനാമ്മയുണ്ട്, വർഷാന്റിയുണ്ട്, ഈ മുത്തശ്ശി മുത്തശ്ശനും ഒക്കെ ഉണ്ട്. മോളൊന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ. മോളെ, നീ മോൾക്ക് ഭക്ഷണം കൊടുക്ക. ശരി അച്ഛാ, ഞാനും കൂടി വരാം. മോളെ, നിനക്ക് സുചിത്രാന്റെ പേടിയാണോ? ഗോകുലിനെ പരിചയപ്പെട്ടില്ലേ? ആ ഗോകുലിന്റെ അമ്മയാ ഞാൻ. ഇനി മുതല് ഗോകുൽ എനിക്ക് മോനും ദിയ മോളും ആയിരിക്കും. ഇനിയും മോക്കെന്നെ പേടിയാ? ഇല്ല, എനിക്ക് പേടിയൊക്കെ മാറി. ഇത് മുഴുവൻ കഴിക്കണേ. ആ
ഏയ് പേടിക്കാതെ മോളെ. അങ്കിള് മോളെ വഴക്ക് പറയാൻ വന്നൊന്നല്ല. മോള് ഭക്ഷണം കഴിക്കേ. പ്രകാശൻ എന്തിനാ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നത്? വെറുതെ കുട്ടിയുടെ സ്വൈര്യം കെടുത്താനോ? ഡേഡി നാവടക്കടി. ഒരു കുട്ടി വന്നു എന്ന് കരുതി ഞാൻ എന്റെ പെങ്ങളുടെ മുന്നിൽ നിന്ന് ഒളിച്ചോടണോടി? ഉത്തരവാദിത്തമുള്ള സഹോദരൻ എന്ന നിലയിൽ ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാ ഞാൻ വന്നത്. വന്ദനെ, നീ എന്തിനാ ഈ വയ്യാവേലി എടുത്ത് തലേ വച്ചിരിക്കുന്നത്? മനസ്സിലായില്ലേട്ടാ. ദിയ രാജീവ് മേനോന്റെ മോളാണ്. രാജീവും നീയും തമ്മിലുള്ള വിവാഹം നടന്നിരുന്നെങ്കിൽ ഈ കുട്ടിയെ സ്വന്തം മോളായി വളർത്തുന്നതിൽ യാതൊരു തെറ്റുമില്ലായിരുന്നു. പക്ഷേ വിധി നിങ്ങളെ ഒന്നിപ്പിച്ചില്ലല്ലോ. എന്നിട്ടും രാജീവിന്റെ കുട്ടിയെ നീ വളർത്തുന്നതിന്റെ ന്യായം എന്താണെന്നാണ് എനിക്കറിയേണ്ടത്. നീ എന്താ മിണ്ടാത്തത്? അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. എന്നോട് പറഞ്ഞില്ല. എന്നോടും പറഞ്ഞിട്ടില്ല. രാജീവിന്റെ കുട്ടിയെ ഇവിടെ വളർത്തുന്നതിന്റെ പൊരുൾ എന്താണെന്ന് എനിക്കും അറിയണം. അപ്പൊ സഹോദരന്മാരെ ഒത്തുചേർന്ന് സ്വൈര്യം കെടുത്താനുള്ള പരിപാടിയാണല്ലേ? ഈ കുട്ടിയെ എന്റെ മരണം വരെ സ്വന്തം മകളായിട്ട് വളർത്താന്ന് രാജീവ് സാറിനും വിദ്യാമ്മയ്ക്കും ഞാൻ വാക്ക് കൊടുത്തിരുന്നു. ആ വാക്ക് എനിക്ക് പാലിക്കണം. എന്താ ഇനിയും സംശയം വല്ലതും ബാക്കിയുണ്ടോ? ഉണ്ടല്ലോ. നീ വാക്കുകൊടുത്ത രാജീവും വിദ്യാമയൊക്കെ മരിച്ചു മണ്ണടിഞ്ഞില്ലേ? എന്നിട്ടും അവർക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ ഈ കൊച്ചിനെ കൊണ്ടുവന്ന് ഈ കുടുംബം മുടിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? കുടുംബം മുടിക്കുന്നോ? അച്ഛനെ മുതലെടുത്തും ചൂഷണം ചെയ്തും ജീവിക്കുന്നവർക്ക് മുതല് ചോർന്നു പോയി എന്ന വലിയ ഉത്കണ്ഠയൊന്നും വേണ്ട. ഈ കുട്ടി ഇവിടെ വളരുന്നതുകൊണ്ട് നിങ്ങളുടെ പാത്രത്തിലെ ചോറിനും കറികൾക്കും ഒരു കുറവും വരാൻ പോകുന്നില്ല. വേണ്ടി വന്ന പട്ടിണി കിടന്നും ഈ കുഞ്ഞിനെ വന്ദന ചോറ് ഊട്ടിയിരിക്കും. അത് ഞാൻ ഉറപ്പാക്കിയ കാര്യം. എന്നാ ചേച്ചി അറിയാതെ പോകുന്നൊരു കാര്യം ബാക്കിയുണ്ട്. ഈ കുട്ടിയുടെ അപ്പച്ചയും ഭർത്താവും ജീവിച്ചിരിപ്പുണ്ട്. കുട്ടിയെ ചേച്ചി ഏറ്റെടുത്തതിന്റെ പേരിൽ അവർക്കുണ്ടാകുന്ന സങ്കടത്തെക്കുറിച്ച് ചേച്ചി എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? മനോജ്, നീ ഹരിതയെ കെട്ടിക്കൊണ്ടുവന്ന രീതി അങ്ങ് മറന്നുപോയോ? അങ്ങനെ ചെയ്തപ്പോ ഹരിതയുടെ അച്ഛനമ്മമാർക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് നീ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? വെറുതെ വടി കൊടുത്ത് അടി വാങ്ങാൻ നിൽക്കാതെ പോവാൻ നോക്ക് മനോജെ. നിർത്തടി നിന്റെ ആള് ചമയല്. കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. എന്തുദ്ദേശിച്ച അടി? യാതൊരു ഉപയോഗമില്ലാത്തൊരു കൊച്ചിന് വേണ്ടി വക്കാലത്ത് ഏറ്റുപിടിക്കുന്നത്. ഇത് ഗ്രഹപ്പിഴ പിടിച്ച ജന്മ. ജനിച്ചപ്പോ തന്നെ സ്വന്തം അമ്മയുടെ പുക കണ്ടു. പിന്നെ സ്വന്തം അച്ഛന്റെയും അച്ഛമ്മയുടെയും പുക കണ്ടു. ഇനി നമ്മുടെ എല്ലാം പുക കാണാനായിരിക്കും ഇവളിങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത്. അതിനു മുമ്പ് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കടി അസത്തെ. എന്തിനാ അമ്മ എല്ലാരും എന്നോട് ദേഷ്യപ്പെടുന്നത്? എന്തിനാ അമ്മ വരക്ക് പറയുന്നത്? മോളിതൊന്നും കേട്ടതായിട്ട് ഭാവിക്കണ്ട. ഒട്ടും പേടിക്കാൻ വേണ്ട. മോക്ക് കളിക്കാൻ ഒരു കൂട്ടുകാരനെ കൊണ്ട് ആന്റി ഉടനെ വരാം. ഇതുകൂടി കഴിച്ച്. വേണ്ട അമ്മേ, ഞാൻ അമ്മേടെയും അച്ഛന്റെയും അച്ഛമ്മേടെയും പുക കണ്ടുന്ന് ആ അങ്കിൾ എന്തിനാ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞത് ആ അങ്കിളിന് ഭ്രാന്തായതുകൊണ്ടാ. ഭ്രാന്തന്മാര് ലെവലില്ലാതെ ഓരോന്ന് വിളിച്ചു പറയുമ്പോ പേടിക്കല്ല, ചിരിക്കാ വേണ്ടത്. മനസ്സിലായോ? മോളെ, നിന്നോടൊപ്പം കളിക്കാനാ ഗോകുൽ വന്നത്. രണ്ടുപേരും പോയി കളിച്ചോ. കാലിന് സ്വാധീനമില്ലാത്തത് അതിയ. അവൾക്കിപ്പോ ഗോകുലിനോടൊപ്പം കളിക്കാൻ കഴിയില്ലേട്ടത്തെ. ചെസ് കളിക്കാം.
അതിന് ഓടയും ചാടയൊന്നും വേണ്ടല്ലോ ആന്റി. ചേട്ടാ, എനിക്ക് ചെസ് കളിക്കാൻ അറിയില്ല. മോൾക്ക് വേണ്ടി ചെറിയമ്മ കളിക്കാം. ചെസ് കളിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യാം. എന്താ? എന്നാ കളിക്കാം. എന്നാ വാ. മാധവേട്ട, ആ എന്തിനാ മാധവേട്ട എങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? വിഷമിക്കാനല്ലാതെ സന്തോഷിക്കാനുള്ള എന്ത് കാര്യമാണ് നമുക്കുള്ളത്? വലിയൊരു സംഖ്യയുടെ കടഭാരം അതെന്നെ വല്ലാതെ ഞെരുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വിവാഹപ്രായം കഴിഞ്ഞിട്ടും ഒറ്റത്തടിയായി കഴിഞ്ഞവളല്ലേ നമ്മുടെ മോള്. ഒടുവിൽ അവൾക്ക് വലിയൊരു കോടീശ്വരനായ പയ്യൻ്റെ ആലോചന വന്നപ്പോൾ മറ്റൊന്നും ചിന്തിച്ചില്ല. പയ്യൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് നാലാളറിയെ നാട്ടുനടപ്പനുസരിച്ചൊരു വിവാഹം, അത് മാത്രമേ ചിന്തിച്ചുള്ളൂ. എന്നിട്ടോ കല്യാണവും നടന്നില്ല. കൊള്ളപ്പലിശക്കെടുത്ത പണത്തിൻ്റെ കാര്യം കടലിൽ കായം കലക്കിയ പോലെയായി. ഇപ്പൊ വന്ദനയ്ക്കൊപ്പം ഒരു പെൺകുട്ടി കൂടിയായി. ഇനി അങ്ങോട്ട് എന്നും വന്ദനയ്ക്കൊപ്പമാണ് കുട്ടി കഴിയുന്നതെങ്കിൽ ഈ ജന്മം അവളുടെ വിവാഹം നടക്കാൻ പോകുന്നില്ല. അത് മാധവേട്ട, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുഞ്ഞിന് വന്ദനമോള് മാത്രമേ അമ്മയ്ക്ക് പകരാവൂന്ന് മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ ദേവമോളെ ഇങ്ങോട്ട് കൂട്ടാൻ സമ്മതം നൽകിയത്. നമ്മുടെ മനസ്സിന്റെ നന്മ ഈശ്വരന്മാരെ കാണാതിരിക്കോ? ഈ കടബാധ്യതകളൊക്കെ വീട്ടാനുള്ള വഴികളും വന്ദനയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനുള്ള വഴികളും ഈശ്വരന്മാര് കരുതി വെച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും നന്മ വരാൻ മാത്രല്ലേ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. ആ നമ്മളെ അങ്ങനെ ദൈവം കൈവിട്ട് കളയോ? ഇതെല്ലാം നിന്റെ ചിന്തകൾ മാത്ര. എന്നെ ആശ്വസിപ്പിക്കാൻ നീ മനസ്സിൽ സ്വരുക്കൂട്ടി വെച്ച ചിന്തകൾ എല്ലാം ദൈവം ശരിയാക്കുമെന്ന വിശ്വാസം. എനിക്ക് ആ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ചന്ദ്രികയെ. ഇനി മുതൽ ഒരു അച്ഛൻ എന്ന നിലയിൽ എന്റെ ആദി കൂടുകയാ. മകളുടെ ഭാവി, ദേവിയുടെ ജീവിതം, കടബാധ്യതകളൊക്കെ ഓർത്തിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഉറങ്ങാൻ നേരം ആയിട്ടില്ല. നീ എന്താ ഉറങ്ങാത്തെ? മനസ്സിലായി മോനെ. എല്ലാ സങ്കടങ്ങളും തീരാൻ നീ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവുമല്ലേ? ആര് വിളിച്ച കേട്ടില്ലെങ്കിലും ദൈവം നീ വിളിച്ച വിളി കേൾക്കും. അതെനിക്ക് ഉറപ്പാ. മോൻ പോയി ഉറങ്ങിക്കോ. പോയി ഉറങ്ങ്. മാധവേട്ട, വാ, വന്ന് കിടന്നു. ഇവന്റെ ശല്യം കാരണം മനുഷ്യന് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. മനുഷ്യന് മനസ്സിലാകാത്തെന്തോ വിളിച്ചു പോയിക്കൊണ്ട് നടക്കാം. വന്ദന എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന കൊച്ചിന്റെ ബഹളം ഒരു വശത്ത്,
ഈ പാഴ്ജന്മങ്ങളെല്ലാം കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്റെ ഉറക്കം കളയാനാണോ? എന്തായാലും നാളെ ഈ വീടിന്റെ മുറ്റത്ത് ഞാൻ ഒരു ബോർഡ് ഞാൻ തൂക്കും. പാഴ്ജന്മങ്ങളുടെ ആലയം. മനുഷ്യന് ഭ്രാന്തെടുക്ക. കൊല്ലും ഞാൻ. പോട്ടെ മോനെ, നീ വിഷമിക്കണ്ട. പോട്ടെ മോനെ, വിഷമിക്കാതെ. സാരമില്ല. സാരമില്ല.